Pamala Constituency MLA Advocate Ami Bhattigodia ഒപ്പം എല്ലാ വേദികൃഷ്ണ എല്ലാ വിശിഷ്ടാതിഥികളെയും ഹാർദമായി ഈ ഇനോഗ്രൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഇടവകാരി ഈ യോഗത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യ ഡോക്ടർ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിവിധരായ വൈദിക ശ്രേഷ്ഠരെ, ശ്രീ വിജു വർഗീസ് ട്രസ്റ്റി, പ്രിയപ്പെട്ട ശ്രീ കോശി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ, പ്രിയപ്പെട്ട ശ്രീ സന്ധ്യ, ഇടയാടി, ശ്രീ അജി മാധു, ഏറ്റവും ബഹുമാനിയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പള്ളിയുടെ ഈ അതിമനോഹരമായ പാരിഷ് ഹാളിന്റെ ഉദ്ഘാടന പരിപാടിയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. വളരെ നന്നായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായ ഒരു ഡിസൈനാണ്. അതുമാത്രമല്ല AC കൂടിയാണ്. അതുകൊണ്ട് ഒട്ടേറെ പരിപാടികൾ ഈ പാരിഷ് ഹാളിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ ഈ പ്രൊജക്റ്റ് നടത്തിയ പള്ളിയിലെ അഭ്യന്തരായ വൈദികർക്കും അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട ഈ പള്ളിയിലെ ഓരോ ഇടവകാംഗങ്ങൾക്കും ഇതിന് സംഭാവന നൽകിയ എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ഒരു ദേവാലയത്തിന് ഒരു പ്രസ്ഥാനം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം വരുമ്പോൾ അത് നാടിന് അനുഗ്രഹപ്രദമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു. നമ്മൾ ദേവാലയങ്ങൾക്കൊക്കെ ഓരോരോ പ്രസ്ഥാനങ്ങൾ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കടന്നു വരുന്നത് ചെങ്ങന്നൂരിൽ പാണ്ടനാട് പരിശുദ്ധ സഭയുടെ ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ ഇനാഗ്രൽ ഫംഗ്ഷനിൽ നിന്നാണ്. അഭിനന്ദനായ പരിശുദ്ധ ബാബാ തിരുമേനി അടക്കം പങ്കെടുത്ത പരിപാടിയിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. പരിശുദ്ധ സഭ ഓരോരോ പുതിയ സംരംഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് സഭയ്ക്കാകെ വലിയ അഭിമാനവും നമ്മൾ സഭാമക്കൾക്കൊക്കെ വലിയ ഉപകാരപ്രദവുമാണ്. ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക്, ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ, അവന് ഇവിടെ നിന്നൊരു സഹായഹസ്തം ലഭിക്കും എന്നുള്ളത് തന്നെ ആയിരിക്കണം. നമുക്ക് ഒരു പാരിഷ് ഹാൾ തുടങ്ങി അതിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല പരിശുദ്ധ സഭയുടെ ലക്ഷ്യം. പാരിഷ് ഹാൾ തുടങ്ങുമ്പോൾ സ്വാഭാവിക വികസനം കൂടിയാണ്. ഒരു സാധാരണ ജനങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായി ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുവാൻ അല്ലെങ്കിൽ നടക്കുവാൻ ഈ വികസനം കൊണ്ട് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇവിടെ വരുവാനൊക്കെ കാണാൻ സാധിച്ചത്, വീണ്ടും കണ്ടുകൊണ്ടാൻ സാധിച്ചത് ദൈവം നൽകിയ ആ അനുഗ്രഹത്തിൽ എല്ലാവരും പ്രാർത്ഥനകളും നൽകുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വചനമേ ദൈവ വചനമേ, വചനമേ ദൈവ
വചനമേ. ഇടറി വീഴാതെ നീങ്ങുവാൻ ഇടയവചനം തേടണം. ഉടയോൻ പകരും എണ്ണയിൽ മൺചെരാതുകൾ തെളിയണം.